ഈ വേദിയിലെ ഗുരുജനങ്ങൾ, ഈ സദസ്സിലെ സഹൃദയർ, സുഹൃത്തുക്കൾ, 4 മണിക്ക് അവസാനിക്കേണ്ടതാണ് ഈ സെഷൻ. 4 കഴിഞ്ഞു എന്ന് നിങ്ങൾക്കും എനിക്കും ബോധ്യമുണ്ട്. ഒരു ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം രക്ഷപ്പെട്ട് പങ്കെടുക്കുന്ന 2ാമത്തെ പരിപാടിയാണ് ഇത്. ശബ്ദം അടച്ചിട്ടുണ്ട്. ശ്രദ്ധാലുവായ ഒരു കേൾവിക്കാരന് ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കണം എന്നില്ല. ഒരു കാര്യത്തിൽ ഏകാഗ്രതയോടെ മനസ്സ് സമർപ്പിച്ച് തരാൻ, അതുകൊണ്ട് കഴിയുന്നത്ര സമയം ചുരുക്കി ഒച്ച വയ്ക്കാതെ ഭദ്രമായി പച്ചമലയാളം ഉപയോഗിക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് ഞാൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രിയപ്പെട്ട നാട്ടുമാവേ, നിൻ്റെ ചുവട്ടിലൂടെ മണ്ണിന് നോവാതെ നടന്നുപോയ ഒരാളിപ്പോൾ നിന്നോടൊപ്പം ഇല്ലല്ലോ. പ്രിയപ്പെട്ട ചെമ്പകപ്പൂക്കളെ, ആരുമറിയാതെ നിങ്ങളെ ആസ്വദിച്ച് പ്രഭാതത്തിലെ തുഷാരമണി പോലെ മനസ്സിൽ ആർദ്രമായി പുഞ്ചിരിച്ചു പോയ ഒരാൾ നിങ്ങളോടൊപ്പം ഇപ്പോൾ ഇല്ലല്ലോ. തലമുറകൾ അക്ഷരം എഴുതിപ്പോയ ഈ വെൺമണൽ മുറ്റത്ത്, ഈ ചൊരിമണ്ണിൽ നടക്കാൻ ഒരാചാര്യൻ, ഒരു 2ാം എഴുത്തച്ഛൻ നിങ്ങളോടൊപ്പം ഇപ്പോൾ ഇല്ലല്ലോ. എന്നെയും നിങ്ങളെയും ആത്മാർത്ഥതയോടെ, ഏകാഗ്ര മനസ്സോടെ, സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്ത മഹത്തായ ഒരു ജീവിതം നയിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാത്മാവാണ്. അദ്ദേഹം ശരീരം കൊണ്ട് നമ്മോടൊപ്പം ഇല്ല. ഞാനിവിടെ 2-3 പദങ്ങൾ കേട്ടു. അവയുടെ സ്വാധീനത്തിൽ നിന്ന്, അതിൻ്റെ നിർവചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സ് തയ്യാറാവുന്നില്ല. ഒന്ന്, നാരായണൻ മാഷ് സൂചിപ്പിച്ചത് MT ഉറഞ്ഞിരുന്നിട്ടില്ല, ഉറവ നീർ പോലെ ഒഴുകിയിരുന്നു എന്നാണ്. അദ്ദേഹവുമായി സഹവസിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. MT മനസ്സുകൊണ്ട് ഉറഞ്ഞിരുന്നിട്ടില്ല. ചിലർക്ക് തോന്നും നിശബ്ദനായി മിണ്ടാതെ ഇരിക്കുകയാണല്ലോ എന്ന്. മനസ്സ് ആർദ്രമായി അലിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകുകയായിരുന്നു. എത്ര ആത്മാർത്ഥമായിട്ടാണ് നാരായണൻ മാഷ് MTയെ സ്മരിച്ചത്. മറ്റൊന്ന്, ഇത് സമർപ്പണത്തിൻ്റെ സൗന്ദര്യമാണ് എന്നാണ്. അത് കവിതയാണ്. ആയുസ് കൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ഒരാൾ, ശ്രദ്ധ കൊണ്ട് ഒരാൾ, പരിശ്രമം കൊണ്ട് ഒരാൾ, പ്രതീക്ഷ കൊണ്ട് ഒരാൾ, സ്വപ്നം കൊണ്ട് ഒരാൾ, കർമ്മശേഷി കൊണ്ട്, സംഘാടക സാമർഥ്യം കൊണ്ട് ഒരാൾ ആയുസ് സമർപ്പിച്ചു കൊടുത്ത മണ്ണത്രേ ഇത്. ആ സൗന്ദര്യമാണ് ഇപ്പോൾ നമ്മെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത്. MT ശാന്തിനികേതൻ കണ്ടിട്ടുണ്ട്. ശാന്തിനികേതൻ കണ്ട പ്രേരണ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എൻ്റെ നാട്ടിലെ ആചാര്യ കവിക്ക് ഇങ്ങനെ ഒരു തപോനിലയം ഉണ്ടാകണം, ഒരു തപോവനം ഉണ്ടാകണം എന്ന ചിന്ത ഉദിപ്പിച്ചിരിക്കാം. അദ്ദേഹം ഹംപി യൂണിവേഴ്സിറ്റി കണ്ടിട്ടുണ്ട്. അവിടെ ശിലകളുടെ പൂന്തോട്ടങ്ങൾക്കിടയിൽ ജ്ഞാനപീഠ ജേതാവായ ചന്ദ്രശേഖര കമ്പാർ സംവിധാനം ചെയ്ത്, ഹംപി യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ചന്ദ്രശേഖര കമ്പാറായിരുന്നു. MTയും കമ്പാറും തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു. അണുവിട അകൽച്ചയില്ലാത്ത അടുപ്പമായിരുന്നു ഹൃദയം കൊണ്ട് അവർക്ക്. MTയുടെ ഒരു കഥാപാത്രം അരക്ഷിത ജീവിതം താങ്ങാനാവാതെ പ്രതിഷേധത്തിൻ്റെ പരകോടിയിൽ താൻ അറിയാതെ വിഗ്രഹത്തിൻ്റെ മേൽ, അതുവരെ പൂജിച്ച വിഗ്രഹത്തിൻ്റെ മേൽ തുപ്പിയപ്പോൾ ഈ ലോകത്തിലെ 33 കോടി ദൈവങ്ങളും മുഖം തുടച്ചിട്ടുണ്ടാകും എന്ന്
ഈ വേദിയിലും കോഴിക്കോടും പ്രസംഗിച്ച ആളാണ് ചന്ദ്രശേഖര കമ്പാർ. ചന്ദ്രശേഖര കമ്പാറിൻ്റെ ഹംപി യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ അതുപോലെ എൻ്റെ നാട്ടിൽ ഒന്ന് സാധ്യമാവുകയില്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം. കൽക്കട്ടയിലെ അതിപ്രശസ്തമായ മ്യൂസിയം പല പ്രാവശ്യം MT കണ്ടിട്ടുണ്ട്. MT വിചാരിച്ചിരിക്കാം, എൻ്റെ നാടിൻ്റെ സംസ്കൃതിക്ക് ഇങ്ങനെ ഒന്ന് സാധ്യമാവുകയില്ലേ എന്ന്. ഹൈദരാബാദിലെ 4 കലാനിലയങ്ങൾ ചേർത്ത് സാംസ്കാരിക വകുപ്പ് പൊന്തിച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ട് ഹൈദരാബാദിൽ. ഞാനും ആലങ്കോട് ലീലാകൃഷ്ണനും മണമ്പൂർ രാജൻ ബാബുവുമൊക്കെ അവിടെ പോകാൻ ഭാഗ്യം ലഭിച്ചവരാണ്. മറ്റു പലരും പോയിരിക്കാം, പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് പോകാനിടവന്നവരെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. അവിടെ ചെന്നപ്പോൾ ഞാനും ഓർത്തു, ഇതുപോലെ ഒന്ന് എൻ്റെ നാട്ടിൽ സാധ്യമാവുകയില്ലേ, എൻ്റെ മണ്ണിൽ സാധ്യമാവുകയില്ലേ. അതിനാൽ അത് സാധ്യമാക്കിയിരിക്കുന്നു ഇവിടെ MT എന്ന വലിയ പ്രതിഭാശാലി. അദ്ദേഹം പ്രതീകാത്മകമായി ഇവിടെ എന്തെല്ലാം ആദ്യം മനസ്സിൽ മെനഞ്ഞു വെച്ചു, പിന്നെ മണ്ണിൽ മെനഞ്ഞു വെച്ചു. ഇവിടെ സ്വാസ്ഥ്യത്തിൻ്റെ ഇടമാണ്, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാനവിക സംസ്കാരം നിലനിൽക്കുന്ന ഇടമാണ്. അതിന് കാരണക്കാരൻ സാക്ഷാൽ MT ആയിരിക്കുന്നത് തലമുറകളോളം നിലനിൽക്കുന്ന സാംസ്കാരിക പ്രചോദനമായിരിക്കും മലയാളിക്ക്, ഒട്ടും സംശയമില്ല. ഓരോ എഴുത്തിനെഴുത്തും ഓരോ അക്ഷര സംസ്കാരത്തിൻ്റെ ഉദ്ഘാടനമാണ്, അഭിഷേകമാണ്. MTയുടെ മടിയിലിരുന്ന് എൻ്റെ കുഞ്ഞെഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ അച്ഛനമ്മമാർ ഈ മണ്ണിൽ വന്നു പോകുന്നു. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അടുത്ത വർഷം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പിഞ്ചോമനെ മടിയിലിരുത്തി ലാളിച്ച് അക്ഷരം എഴുതിക്കാൻ MT ഇല്ലല്ലോ. അതിനാൽ നിങ്ങൾ മനസ്സുകൊണ്ട് MTയെ ആരാധിക്കുന്നു, ആദരിക്കുന്നു. ഞാനും അതെ. കോഴിക്കോട് ഒരു പുസ്തക പ്രകാശനത്തിൽ ആ പുസ്തകം ഒരു വക്കീലിൻ്റേതായിരുന്നു. MT പുസ്തക പ്രകാശനം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് MTയുടെ തൊട്ടടുത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം വാങ്ങി അതിൻ്റെ ആദ്യത്തെ താളിൽ ഇങ്ങനെ കുറിച്ചിട്ട് തന്നു. ജയകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത്. ഇങ്ങനെയായിരുന്നു ആ എഴുത്ത്. ഗോപിയും ഞാനുമൊക്കെ സന്നദ്ധെടുക്കാത്ത വക്കീലന്മാരാണ്, സത്യത്തിനു വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് നാം എഴുത്തുകാരായത്. MT. ഇതിനേക്കാൾ വലിയൊരഭിപ്രായം മറ്റെന്താണ്? മഴ തോർന്നു കഴിഞ്ഞു, ശവം എടുക്കാൻ നേരമായി. ഇനി ചുടലച്ചുങ്കം വാങ്ങിക്കുന്നവരുടെ ഊഴമാണ്. എവിടെയോ ഞാനൊരു കവിതയിൽ എഴുതിയതാണ്. അളകാപുരിയിലെ മറ്റൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ ചുടലച്ചുങ്കം എന്ന ഒരു പദം ഭാഷയ്ക്ക് ഇങ്ങനെ ബന്ധിപ്പിച്ച് നൽകിയ ഒരു കവി ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ടാണ് എൻ്റെ പേര് പറയുന്നത്. എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അപ്പുറത്തുള്ള ഒരംഗീകാരമായിരുന്നു അത്. ഞാനങ്ങനെ ഈ MTയെ ആരാധിക്കാതിരിക്കും, സ്നേഹിക്കാതിരിക്കും? മൗനത്തിൻ്റെ മഹാസാഗരമേ, അങ്ങ് അന്തർമുഖനാണ് എന്ന് ചിലരൊക്കെ ധരിച്ചു വച്ചിട്ടുണ്ട്. അതെ, അങ്ങ് സമുദ്രമായതുകൊണ്ട് ആ ഉൾസമുദ്രം, ചുഴികൾക്കപ്പുറത്ത് മൗനമുദ്രിതമായിരിക്കുന്ന മറ്റൊരിടമുണ്ടല്ലോ, ആ അഗാധസ്ഥലം. അവിടെയാണല്ലോ കഥകളും തിരക്കഥകളും വിരിഞ്ഞത്. അവിടെയാണല്ലോ ആയുസ്സിൻ്റെ പുണ്യമായ എഴുത്ത് മുഴുവൻ ഈ ലോകത്തിന് ലഭിച്ചത്. അതിൻ്റെ പ്രേരണയിൽ ആണല്ലോ. അതുകൊണ്ട് അങ്ങയുടെ അന്തർമുഖത്വം പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന അന്തർമുഖത്വം ആയിരുന്നു. വാചാലനായിരുന്നു, നിറയെ തമാശ പറയുമായിരുന്നു. പഴങ്കഥകളെല്ലാം പറയാനും കേൾക്കാനും എന്തൊരിഷ്ടമായിരുന്നു. പക്ഷേ അത് പൊതുവേദിയിലായിരിക്കുകയില്ല. 2-3 പേർ മാത്രമുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ MT നിറയെ നർമ്മകുശലം പറയുന്ന ഒരാളാണ്. ഞാനൊരു സാധാരണക്കാരനാണ് എന്ന് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഉത്തരം പറയവേ
അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എൻ്റെ മിനിറ്റുകൾ ഓടിപ്പോവുകയാണ്. 2-3 മിനിറ്റ് കൂടി മാത്രം മതി എനിക്ക്. കുഞ്ഞുങ്ങളെ, എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല. ഞാനൊരു സൈക്കിൾ നിരക്ഷരനാണ്. സൈക്കിൾ കയറാൻ അറിയില്ല. ഞാൻ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടില്ല. ഞാനൊരു മോട്ടോർ സൈക്കിൾ നിരക്ഷരനാണ്. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. എനിക്ക് എത്രയെങ്കിലും അറിവുകേടുണ്ട്. എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല. ആധുനിക സാങ്കേതിക വിദ്യയിൽ ഞാൻ നൈപുണ്യം നേടിയ ആളല്ല. ഞാൻ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം എഴുതി ശീലിച്ച ഒരു നാട്ടുകഥാകൃത്താണ് എന്ന് പറയാനുള്ള നിഷ്കളങ്കത, ഗുരുത്വം അദ്ദേഹം എന്നും സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ തലമുറയ്ക്ക്, നമ്മുടെ തലമുറയ്ക്ക് അദ്ദേഹം 2ാം എഴുത്തച്ഛനാകുന്നു. 1ാം എഴുത്തച്ഛൻ്റെ മനോഹരമായ സ്മാരകം ഈ തരത്തിൽ സംവിധാനപ്പെടുത്തി നിർമ്മിച്ച് തലമുറകൾക്ക് നൽകിക്കഴിഞ്ഞു, സംഭാവന ചെയ്തു കഴിഞ്ഞു. അതിന് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ക്ലേശം, കടം, ദുഃഖം, അസ്വസ്ഥത, ആക്ഷേപം, എന്തെല്ലാം അത് ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് ജയകുമാർ സാർ. ഇവിടെ സംഭാഷണം ചെയ്തവരുടെ എല്ലാം വിഷയം അതായിരുന്നു. തുഞ്ചൻ പറമ്പിൽ മരിച്ചു പോകാത്ത ഒരു MT ഉണ്ട്. അത് ആത്മാവിൻ്റെ ചൈതന്യവും എഴുത്തിൻ്റെ ചൈതന്യവും സന്നിവേശിപ്പിച്ച ഒരത്ഭുത ചൈതന്യമാണ്. അതിന് ഒട്ടും കുറഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഉദയകിരണാവലി എപ്പോഴും ഉണ്ടാകും. സൂര്യൻ ഇളം മുകുളങ്ങളെ അനുഗ്രഹിക്കും, മൂത്ത പച്ചിലകളെ അനുഗ്രഹിക്കും. താഴെ വീണ് കിടക്കുന്ന പൂക്കളെയും സൂര്യരശ്മി ഉപേക്ഷിക്കുകയില്ല, അനുഗ്രഹിക്കും. അനുഗ്രഹത്തിൻ്റെ ഒരാകാശ സംവിധാനം, ഒരാകാശ മനസ്സ് സർഗാത്മകതയ്ക്കുണ്ട് എന്ന് തെളിയിച്ച വലിയ എഴുത്തുകാരനാണ് MT ആദരം എന്നൊരു ചടങ്ങ് ഇവിടെ നടന്നിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഒരു കവിത ചൊല്ലിയേ അവസാനിപ്പിക്കുകയുള്ളൂ. MT ആദരം പ്രൗഢഗംഭീരമായ വേദിയിലും സദസ്സിലും ആഘോഷിക്കപ്പെട്ടതാണ്. അന്ന് ഞാൻ കലാകൗമുദിക്ക് MTയെക്കുറിച്ചൊരു കവിത അയച്ചു. ആ ആഴ്ചയിൽ കവിത വരിക അപൂർവമാണ്. മറ്റേതെങ്കിലും ഒരു കവിത ലേഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്ത് മാറ്റാതെ ആ ആഴ്ചയിൽ കവിത വരിക അപൂർവമാണ്. കവറിൻ്റെ 2ാമത്തെ പേജിലാണ്, പുറത്താണ് കവിത അച്ചടിച്ചു വന്നത്. സ്നേഹത്തെ സ്നേഹിച്ച് മിണ്ടാതെ പോയ ഒരാൾ എന്നായിരുന്നു കവിതയുടെ പേര്. ഞാൻ ആ കവിത നിങ്ങൾക്ക് വേണ്ടി അല്ല ഇന്ന് ചൊല്ലുന്നത്, എനിക്ക് വേണ്ടി, എൻ്റെ കണ്ണീർ വറ്റാൻ വേണ്ടി, എനിക്ക് പ്രണാമം സമർപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതേ വേദിയിൽ ഇതുപോലൊരു മൈക്കിൽ ഇങ്ങനെ കവിത ചൊല്ലുമ്പോൾ ആ 2 കസേരയിൽ ഒന്നിൽ MTയും അടുത്ത കസേരയിൽ സരസ്വതി ടീച്ചറും ഉണ്ടായിരുന്നു. എനിക്ക് കാണാമായിരുന്നു സരസ്വതി ടീച്ചർ കണ്ണട ഉയർത്തി കണ്ണുനീർ തുടയ്ക്കുന്നത്. ഈ ഭൂമിയിൽ എവിടെയോ നിന്നാണ് ഞാൻ കവിത ചൊല്ലുന്നത് എന്ന് എനിക്ക് തോന്നുമാറ് ഭൂമിയിൽ ഉറ്റുനോക്കി ഒരു MT അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ആ കവിത കേൾക്കുന്നത് MTയുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് എന്നെനിക്കറിയാമായിരുന്നു. എന്നോട് ഇല്ലാത്തത് കൊണ്ടല്ല എന്നെ നോക്കാഞ്ഞത്, എന്നെ മാത്രമേ അപ്പോൾ MT കാണുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് ബോധ്യപ്പെടാനുള്ള ആത്മാർത്ഥ സ്നേഹം ആ ഹൃദയത്തിനും ഈ ഹൃദയത്തിനും ഇടയ്ക്ക് ഉണ്ട്. അനശ്വരമായ ആ ബോധ്യമാണ് എന്നെക്കൊണ്ട് ആ കവിത എഴുതിച്ചതും ചൊല്ലിച്ചതും. എനിക്ക് വേണ്ടിയാണ്, ക്ഷമിക്കണം. അതുകൊണ്ട് എനിക്കറിയാം എന്നെപ്പോലെ കവിതയെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ വേദിയിലുള്ളത്, ഈ സദസ്സിൽ ഉള്ളത്. കവിത കേൾക്കുന്നത് മനുഷ്യർ മാത്രമല്ല, ഈ അന്തരീക്ഷം കേൾക്കും, ഈ പ്രകൃതി കേൾക്കും, കാലം കേൾക്കും, എല്ലാവരും കേൾക്കും. MTയുടെ MTയുടെ ചിത്രം തന്നെയായിരുന്നു ഈ കവിതയ്ക്കന്ന് കൊടുത്തിരുന്നത്. ഇത് ഞാൻ വലുതാക്കി ഫോട്ടോ എടുപ്പിച്ച് ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ സന്ദർശകർക്ക് കാണാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ വീട്ടിലെ MT സ്മാരക മുദ്ര. ഫോട്ടോകൾ അനവധിയുണ്ട്, അത് വേറെ കാര്യം.
ഞാൻ തുഞ്ചൻ പറമ്പിലെ MTയെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. സ്നേഹത്തെ സ്നേഹിച്ച് മിണ്ടാതെ പോയവരാ സദയം കാതോർത്താൽ. നാലുകെട്ടിൻ്റെ ഇരുട്ടറ ഭേദിച്ച് ലോകതീർത്ഥാടനം ചെയ്തു വരുന്നൊരാൾ. നാലുകെട്ടിൻ്റെ ഇരുട്ടറ ഭേദിച്ച് ലോകതീർത്ഥാടനം ചെയ്തു വരുന്നൊരാൾ. കാലമൊരുക്കിയ തുലികത്തുമ്പിലെ ഉഴമോരോന്നും ഉരുക്കഴിക്കുന്നൊരാൾ. നാരായദാഹമടക്കുവാൻ അക്ഷരത്താളിയോലയ്ക്കു വലം വെച്ചു വന്നൊരാൾ. നാരായദാഹമടക്കുവാൻ അക്ഷരത്താളിയോലയ്ക്കു വലം വെച്ചു വന്നൊരാൾ. കരസ്കരത്തിൻ്റെ കയ്പുനീർ ജീവിതസാരങ്ങൾ ചേർത്തു സദയം കുടിച്ചൊരാൾ. കാവിലെ നാഗങ്ങൾ ചുറ്റിക്കിടക്കുന്ന പാരമ്പര്യത്തിൻ്റെ ദൈന്യബിംബങ്ങളെ കാരുണ്യവഞ്ചിയിൽ അക്കരെ മായുന്ന ഗ്രാമപ്രവാചകനായൊരാൾ. കാവിലെ നാഗങ്ങൾ ചുറ്റിക്കിടക്കുന്ന പാരമ്പര്യത്തിൻ്റെ ദൈന്യബിംബങ്ങളെ കാരുണ്യവഞ്ചിയിൽ അക്കരെ മായുന്ന ഗ്രാമപ്രവാചകനായൊരാൾ. വീടുവിട്ടോടി ശിലാലിഖിതങ്ങളിൽ നടുചുറ്റുന്ന പുരാവൃത്തമായൊരാൾ. ശാന്തിപർവത്തിൽ അശാന്ത ദുഃഖത്തിൻ്റെ കാന്തിപ്രകാശത്തിൽ അമ്മയെ കണ്ടൊരാൾ. ശാന്തിപർവത്തിൽ അശാന്ത ദുഃഖത്തിൻ്റെ കാന്തിപ്രകാശത്തിൽ അമ്മയെ കണ്ടൊരാൾ. ദൂരെയായാലും നിളാപുളിനത്തിലെ നാദനിർമാല്യ നിശാഗദ്ഗതങ്ങളെ ആദിഭൂതാത്മക പ്രേമനിശ്വാസമായി ചൊരയിൽ പണ്ടേ ലയിപ്പിച്ചു പോയൊരാൾ. കോമരക്കോപത്തിനപ്പുറം കൽപ്പാന്തവേദന കണ്ണീരിൽ അഗ്നി വർഷിച്ചൊരാൾ. അഴമേറുന്ന മഹാമൗന മഞ്ഞിൻ്റെ ആത്മാവു തേടി അലഞ്ഞു നടന്നൊരാൾ. മൂടുപടങ്ങൾക്കകത്തു നുറുങ്ങുന്ന നൂറായിരം ചങ്ങലക്കണ്ണികൾ ഗാഠബന്ധങ്ങളെ ബന്ധിച്ചു വേവുന്ന ധ്യാനവാനപ്രസ്ഥമാരാഞ്ഞു പോയൊരാൾ. 7 സമുദ്രവും ഒന്നിച്ച് വാക്കിൻ്റെ നീലാഞ്ജനച്ചെപ്പിൽ വായിച്ചു തീർത്തൊരാൾ. ഏകാന്തഭാരപ്രപഞ്ചങ്ങളൊക്കെയും മൂകനീലാംബരം ദാനം കൊടുത്തൊരാൾ. ആരണ്യകങ്ങൾക്കകത്തു നിർമ്മിക്കുന്ന ആരണ്യകങ്ങൾക്കകത്തു നിർമ്മിക്കുന്ന കാവ്യതപോനികുഞ്ചങ്ങളിൽ പാർത്തൊരാൾ. ആയുസ്സിലാസുരഗർവുകൾക്കുള്ളിലെ നേർമന്ദഹാസത്തിലാകെ അലിഞ്ഞൊരാൾ. ആയുസ്സിൽ ആസുരഗർവുകൾക്കുള്ളിലെ നേർമന്ദഹാസത്തിലാകെ അലിഞ്ഞൊരാൾ. ഭാഷയ്ക്കു ഭാഷ കടം കൊടുത്ത് ഈ വഴി പോകുന്ന പോക്കിൽ പതിഞ്ഞ കാൽപ്പാടുകൾ ഈ മൺതരികൾക്കെഴുത്തച്ഛനാകുന്നു. ഈ പുൽക്കൊടികൾക്കനുഗ്രഹമാകുന്നു. ഈ മൺതരികൾക്കെഴുത്തച്ഛനാകുന്നു. ഈ പുൽക്കൊടികൾക്കനുഗ്രഹമാകുന്നു. ആ വിരൽ തുമ്പൊന്നു സ്പർശിക്കുവാൻ വന്ന ദൂരസ്ഥനായ വെറും തെന്നലാണു ഞാൻ. ഈ മൺതരികൾക്കെഴുത്തച്ഛനാകുന്നു. ഈ പുൽക്കൊടികൾക്കനുഗ്രഹമാകുന്നു. ആ വിരൽ തുമ്പ് ഒന്ന് സ്പർശിക്കുവാൻ വന്ന ദൂരസ്ഥനായ വെറും തെന്നലാണു ഞാൻ. ദൂരസ്ഥനായ വെറും തെന്നലാണു ഞാൻ. അതെ, നമ്മളിലേറെ പേരും അങ്ങനെ തന്നെയാണ്. ആ വിരൽ തുമ്പൊന്ന് സ്പർശിക്കാമോ?
ഒന്ന് കാണാമോ, ഒന്ന് നോക്കാമോ? വളരെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവിടെ ചെങ്കല്ല് കൊത്തിമിനുക്കി ഉണ്ടാക്കിയ ആ തപോ നികുഞ്ചത്തിൽ, ആ മുറിയിൽ MG നിശബ്ദനായി അങ്ങനെ ഇരിക്കും. എത്ര പേർ അവിടെ വന്ന് കാത്തു നിന്ന് എത്തി നോക്കുന്നു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ, എനിക്കൊന്ന് കാണാൻ പറ്റും. ലീലാകൃഷ്ണൻ നേരത്തെയുള്ള സംഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ആ പാദം തൊട്ട് തൊഴുമ്പോൾ ഞാൻ വസുദേവ സന്നിധിയിലാണ്, ഞാൻ തൊഴുന്നത് പ്രപഞ്ചശക്തിയാണ്, ഞാൻ തൊഴുന്നതപ്പോൾ അനുഗ്രഹത്തിൻ്റെ പരാശക്തിയാണ് എന്ന്. അങ്ങനെ ഒരാൾക്ക് തോന്നില്ലേ? ഒരു ശിഷ്യ മനസ്സിന് തോന്നില്ലേ? അങ്ങനെ തോന്നും. അത് സർഗാത്മകതയുടെ മഹാത്ഭുതമാണ്. ആ സാന്നിധ്യം ഇവിടെ നിന്ന് മറയുമെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. തലമുറകൾ ഇഷ്ടമനസ്സോടെ, സ്വസ്ഥ മനസ്സോടെ, സർഗമനസ്സോടെ ഇവിടെ വരും. വരുന്നിടത്തോളം MG ജീവിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം. കാലാതീതമായ അക്ഷരങ്ങൾ പൊഴിച്ച് കടന്നുപോയ 2 എഴുത്തച്ഛന്മാർക്കും പ്രണാമം. തുഞ്ചൻ പറമ്പിൻ്റെ MT ഈ സെക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സാർ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് എല്ലാവരും സംസാരിച്ചത്. പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ചെറുപുഞ്ചിരിയുമെല്ലാം അനുഭവിക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. വേദിയെ ധന്യമാക്കിയ പ്രിയപ്പെട്ടവർക്ക് ഏറെ സ്നേഹത്തോടെ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്വാഗതം ആശംസിച്ച തുഞ്ചൻ പറമ്പിലെ സജീവ സാന്നിധ്യമായ രാംമോഹൻ സാറിന് ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം വഹിച്ച തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗമായ മുരളീധരൻ ഡോക്ടർക്ക് ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രഭാഷണം നിർവഹിച്ച തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗമായ PK ഗോപി സാറിനും ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രഭാഷണം നടത്തിയ ജയകുമാർ സാറിന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. പ്രഭാഷണം നടത്തിയ M നാരായണൻ സാറിന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. പ്രഭാഷണം നടത്തിയ സുഷമ ടീച്ചർക്ക് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി കേട്ടിരുന്ന മുഴുവൻ സഹോദരർക്കും പത്രപ്രവർത്തകർക്കും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.